Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. കുറേ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീനട്ട് ബട്ടർ ബ്രൗണിയുടെ റെസിപ്പി. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രൗണിയുടെ റെസിപ്പി കാണാം. ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൻ പ്രീഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ടിൻ ലൈൻ ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതൊരു 7x5 ഇഞ്ച് ബ്രൗണി ടിന്നാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 7 ഇഞ്ച് ഉണ്ടാവും, ഇവിടെ 5 ഇഞ്ച് ആ ഒരു വലിപ്പത്തിലുള്ള ടിന്നാണ് ഉപയോഗിക്കുക. അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഓഡി ഇക്കോ ബേക്കിൻ്റെ ബേക്കിംഗ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് ലൈൻ ചെയ്യാനായിട്ട് എടുക്കാം. ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ച് ഫോൾഡ് കൊടുക്കുക. നാല് സൈഡും ഫോൾഡ് ചെയ്തു. ഇനിയും ഒരു സിസേഴ്സ് വെച്ച് ആ ഫോൾഡിൻ്റെ അവിടെ കട്ട് ചെയ്യുക. അപ്പം ബേക്കിംഗ് പേപ്പർ വെച്ച് നമ്മൾ ഫുൾ ലൈൻ ചെയ്തു. അപ്പോൾ ഇനിയും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ബ്രൗണി ഉണ്ടാക്കി കഴിയുമ്പോൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, പുറത്തേക്ക് എടുക്കാൻ എളുപ്പമാണ്. കട്ട് ചെയ്യുമ്പോൾ നീറ്റായിട്ട് സ്ലൈസസ് കിട്ടും, ഒട്ടും അടുക്കി പിടിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു ബോൾ എടുക്കാം. ബോളിലേക്ക് മൈദ, കൊക്കോ പൗഡർ എല്ലാം കൂടെ അരിച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, ഒരു 60 ഗ്രാംസ് ഉണ്ടാവും, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/8 ടീസ്പൂൺ സോൾട്ട്, 1/8 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൊണ്ടൊന്ന് ഇടഞ്ഞെടുക്കുക. ഈ മിക്സ്ചർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തേക്കുന്നത് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 1/8 ടീസ്പൂൺ, 1/8 ടീസ്പൂൺ സോൾട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു ബിഗർ ബോൾ എടുക്കുക. ഇതിലേക്ക് ബട്ടർ, ഇപ്പോൾ എപ്പോഴും എടുക്കുന്നത് റൂം ടെമ്പറേച്ചർ ബട്ടർ ആയിരിക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 75 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതിലേക്ക് 1/2 കപ്പ് കാസ്റ്റർ ഷുഗർ, ഫൈനായിട്ടുള്ള ഗ്രാനുലേറ്റഡ് ഷുഗർ, ഫൈൻ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് കാസ്റ്റർ ഷുഗർ. കൂടാതെ 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വയർ വിസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പാറ്റുല യൂസ് ചെയ്യാം. എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും. മുട്ടയൊന്നും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കില്ല, റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഉപയോഗിക്കുക. ഇതിലേക്ക് ഇനി മുട്ട ആഡ് ചെയ്യാം. 2 മുട്ടയാണ് ഈ അളവിൽ വേണ്ടത്. മുട്ട ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് ആയാൽ മതി. ഇനി ഇതിലേക്ക് വാനില എസൻസ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഉപയോഗിച്ചത്. ഫ്ലവറിൻ്റെ മിക്സ്ചർ, ഇത് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഇച്ചിരി ഉപ്പ്, ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ മിക്സർ എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇച്ചിരി നമ്മുടെ കേക്ക് ബാറ്ററിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി തിക്കറായിരിക്കും. ഇച്ചിരി തിക്കർ കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടേ. ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ്, ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ചിപ്സ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റിൻ്റെ ബാർ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഇതൊരു 1/4 കപ്പാണ്, രണ്ടും കൂടെ മിൽക്കും ഡാർക്കും കൂടെ 1/4 കപ്പ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു 3/4 ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. കുറച്ച് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു.
അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല തിക്കാണ്, നല്ല ചോക്ലേറ്റി തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഓഡി ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ടിന്നിലേക്ക് ഒഴിക്കുക. ഈ ബാറ്ററിൻ്റെ ഒരു ഹാഫ് ഒഴിക്കുക. ഹാഫ് അല്ല, ഒരു 3/4 ഒഴിച്ചിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ സ്പ്രെഡ് ചെയ്യുക. അടുത്തായിട്ട് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ചങ്കി പീനട്ട് ബട്ടർ, ഇച്ചിരി പീസസ് ഉള്ള പീനട്ട് ബട്ടറാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ട് അവിടെ ഇവിടെയും കുറച്ച് കുറച്ച് കൊടുക്കുക. ബാക്കിയുള്ള ബാറ്റർ കുറച്ച് അവിടെ ഇവിടെയും പീനട്ട് ബട്ടർ കാണുന്ന പോലെ നമ്മളിടുന്നേ. ഇനി ഒരു ഫോക്ക് വെച്ച് ലൈറ്റായിട്ടൊന്ന് സ്വേൾ ചെയ്ത് കൊടുക്കുക. പീനട്ട് ബട്ടർ ഇട്ട് നമ്മൾ ഇതേപോലെ ലൈറ്റായിട്ടൊന്ന് സ്വേൾ ചെയ്യുക. ഇനിയും നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ചിപ്സ് അതിൻ്റെ പുറത്തേക്ക് ഇടാം. റിസർവ് ചെയ്ത ചോക്ലേറ്റ് ചിപ്സും ഇട്ടു. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ ബ്രൗണി അവനിൽ നിന്ന് എടുത്തു. ഞാൻ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുത്തത്. ഓരോ അവനിലും ബേക്കിംഗ് ടൈം വ്യത്യാസം വരും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് എടുക്കുക. ഈ ബ്രൗണി നന്നായിട്ട് കൂളാകുന്ന വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ ബ്രൗണി അത്യാവശ്യം കൂളായി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ പാച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് കണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നല്ല നല്ല കറക്റ്റ് പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് ബ്രൗണി. പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ബ്രൗണി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫഡ്ജിയാണ്, നല്ല റിച്ച് ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അപ്പോൾ ഈ ബ്രൗണി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.